ഹലോ, ഹായ്. ഉറക്കം വന്നല്ലേ എനിക്ക്. രാത്രി 2:20. 2:20 ഈസ് ദ ടൈം. ഉറക്കം വന്നില്ല. ഉറക്കം വന്നില്ല. ഞാൻ ചുമ്മാ നിങ്ങളുടെ അടുത്ത് ഒരു എന്താ പറയുക, ഒരു കാര്യം പറയാൻ വന്നതാണ്. ഈ രാത്രി പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുമോയെന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യും, ചിലപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യില്ല. നമുക്ക് സങ്കടം വന്നു കഴിഞ്ഞാൽ കരയണം. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മളോട് പണ്ട് മുതലേ നമ്മുടെ വീട്ടിലെ അമ്മമാർ, മുത്തശ്ശിമാരൊക്കെ പറയുമല്ലോ, എന്ത് ഈ പെൺകുട്ടികളുടെ പോലെ കിടന്ന് കരയണേ, നാണല്ലേ നിനക്ക്. ഈ അടുത്ത് ഞാൻ രാഹുൽ, നമ്മുടെ നെട്ടിശ്ശേരി, അവൻ വരെ അവൻ്റെ വീടിൻ്റെ അവിടെയുള്ളൊരു ഫ്രണ്ടിനെ ഇങ്ങനെ കളിയാക്കണ കണ്ട്, നാണല്ലോ നിനക്ക് കിടന്ന് മോങ്ങാൻ പെണ്ണുങ്ങളുടെ പോലെയെന്ന്. വാട്ട് ഈസ് റോങ് ഇൻ ദാറ്റ്? ദർ ഇസ് നത്തിങ് റോങ് ഇൻ ദാറ്റ്. കരയണം. നമ്മൾ കരഞ്ഞ് തീർക്കണം. എന്നാലേ അത് പോവുള്ളൂ. ഇറ്റ് ഹാസ് ടു ലെറ്റ് ഇറ്റ് ഗോ. സോ ക്രൈ ലൗഡ്ലി. എനിക്കിങ്ങനെ എന്താ പറയുക, എനിക്ക് ഭയങ്കര സങ്കടം വരുന്നു. I have my reasons. I have my personal reasons, something. എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ എപ്പോഴും പറയാറില്ല, എനിക്കിങ്ങനെ ഐ ഡോണ്ട് ഗെറ്റ് വിത്ത് ഡിപ്രഷൻസ്, ഐ ഡോണ്ട് ഗെറ്റ് വിത്ത് ആങ്സൈറ്റീസ്, അല്ലെങ്കിൽ ഐ എം വെരി സ്ട്രോങ്, ഐ എം വെരി കേപ്പബിൾ ഓഫ് ഹാൻഡ്ലിങ് എനി സിറ്റുവേഷൻസ്. ബട്ട് ചിലത് നമുക്ക് പറ്റില്ല, ചിലത് നമ്മളെ കൈ വിറയ്ക്കും. ഞാൻ മൂകാംബിക പോകുമ്പോൾ 2 പിള്ളേർ ട്രെയിനിലിരിക്കണായിരുന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, ചേട്ടാ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ജില്ലായിട്ടിരിക്കണേ, ചേട്ടൻ ഫുൾ ടൈം ഓണാണല്ലോ. പക്ഷെ നമുക്കുണ്ട് സങ്കടങ്ങൾ, നമുക്കുണ്ട് വിഷമം. എനിക്കിങ്ങനെ ഭയങ്കര കരച്ചിൽ വരാം. എന്ത് ചെയ്യും? എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും സജഷൻസ്, ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. അങ്ങനെ രാത്രി നമുക്ക് കരച്ചിൽ വന്നാൽ നമ്മൾ കരയണം. അല്ലാതെ എടുത്ത് വയ്ക്കരുത്. അത് ലെറ്റ് ഇറ്റ് ഗോ. അപ്പോൾ what we have to do is cry. എൻ്റെ ആണുങ്ങളൊക്കെ കരയാൻ പാടില്ലേ? നമുക്ക് കൊമ്പൊന്നുമില്ല, നമുക്ക് കരയാം. ഞാനിതൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലുള്ള നിങ്ങളോടല്ലാതെ ഞാൻ പിന്നെ ആരോട് പറയും? സോ I have some kind of സങ്കടം that is I'm passing through. I will get over it definitely. പക്ഷെ എൻ്റെ പോലെ സങ്കടപ്പെടുന്ന വേറെ ആൺകുട്ടികളുണ്ടെങ്കിൽ കേട്ടാ, നമ്മുടെ സൗണ്ടൊന്നും ഇവിടെ ആരുമില്ലല്ലോ കേൾക്കാൻ. പെൺകുട്ടികൾ കരഞ്ഞാലേ വാവും, നമ്മൾ കരഞ്ഞ വാവില്ലല്ലോ. അപ്പം അങ്ങനെ ഭയങ്കര സങ്കടം വരാണ്, ഭയങ്കരമായിട്ട്. ചേർത്തെ തൃശ്ശൂർ പൂരം, ചേർത്തെ എല്ലിത്രമേളം, ചേർത്തെ കുടമാറ്റം, നമ്മളിങ്ങനെ കരഞ്ഞ് We'll be super strong. Some boys കരയാണെങ്കിലും കരഞ്ഞ് ലെറ്റ് ഇറ്റ് ഗോ. ഓക്കെ, ആരും സങ്കടപ്പെടരുത്, ആരും വിചാരിക്കരുത് ദാറ്റ് ഇസ് ദ എൻഡ് ഓഫ് ദ വേൾഡ് എന്ന്. വി ഹാവ് മെനി
better things to do. ഞാൻ ആലോചിക്കും, ഞാൻ എത്ര വലിയ ആനാന്ന് ഞാൻ എന്നെ തന്നെ പറയണവനാ. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലിരുന്ന് കരയണ കണ്ടില്ലേ. ഐ ഡു ഹാവ് വീക്കർ സൈഡ്സ്. ഷർട്ട് നാണല്ലേ ഷർട്ടിൻ്റെ എനിക്ക് ഇല്ല. ഐ ക്യാൻ ക്രൈ. നമ്മളും കരയുന്നേ, നമുക്കൊക്കെ കരച്ചിൽ വരും. അതിനെ ചില നേരത്ത് നമ്മൾ ഭയങ്കര ബോൾഡാക്കിയിട്ട് പിടിച്ച് നിർത്തി വി ഡോണ്ട് ക്രൈ, ബട്ട് ദാറ്റ് വിൽ ലേറ്റർ ഓൺ അത് ഭയങ്കര സപ്രസ് ചെയ്ത് അത് ഭയങ്കര ഫ്രസ്ട്രേഷനായി അത് ഭയങ്കര വലിയ പ്രശ്നമായി മാറും. സോ കരഞ്ഞ് എന്ത് ഒരു 10 ദിവസമല്ലിരുന്ന് കരയുള്ളൂ, അല്ലാണ്ട് ഒരു കൊല്ലം മുഴുവൻ കരയോ? ഇല്ല. കുറച്ച് ദിവസം നമ്മളിങ്ങനെ കരയും, നമുക്ക് സങ്കടം വരും. ചേർത്തെ തെറ്റിക്കൊണ്ട് ഒരു ആഭ്യന്തരം വരുന്നുണ്ടാ. I'll definitely move on from this, but for the time being, I cannot handle myself. I won't be as Sushant, definitely. I will never do that shit. അതിന് കുറച്ച് സമയം കൊടുത്ത് അങ്ങനെ പോണം. ചില നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യില്ല, ഞാനിങ്ങനെ എടുത്ത് വയ്ക്കും. മേ ബി ആഫ്റ്റർ കപ്പിൾ ഓഫ് മന്ത്സ് ഓഫ് വീക്സ് നമ്മളിത് കാണുമ്പോൾ നമ്മൾ ആലോചിക്കും, മണ്ടൻ എന്തിനാണ് അന്ന് പട്ടിയുടെ പോലെ ഇരുന്ന് പോകി. തെക്കോട്ടിറക്കം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. 15 ആനകളിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഇറങ്ങി വരുന്നൊരു പരിപാടിയാണ്, മാസ പരിപാടിയാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, നിങ്ങൾ ആൺകുട്ടികൾക്ക് സങ്കടം വിഷമം ഒക്കെ വരികയാണെങ്കിൽ അത് യു ഗൈസ് ക്യാൻ കോൾ മീ. ഞാനും ഇങ്ങനെയായിട്ട് ആലോചിക്കണം, ഞാൻ എന്തെങ്കിലും എന്നെ കൊണ്ട് പറ്റാവുന്ന ഹെൽപ്പും ലൈക്ക് ഐ ക്യാൻ ബി സപ്പോർട്ടീവ്. ഓക്കെ, ഐ മേ ബി മെൻ്റലി, don't think it's financially. Maybe I can help you, I can guide you. I'm not a right person to guide because ഞാനേ എങ്ങനെയാ, പിന്നെ how can I guide someone? But still I'm saying, നമുക്ക് കരച്ചിൽ വന്നാൽ കരയൂ. കരഞ്ഞ് പെൺകുട്ടികൾ കണ്ടിട്ടില്ലേ, ഒരാഴ്ച കരയും, പിന്നെ അവർ അടിച്ചുപൊളിച്ച് നടക്കും. നമ്മളൊരു കൊല്ലരുന്ന് കരയും. നോ, നമ്മളങ്ങനെ ആവരുത്. വി ഹാവ് മച്ച് ബെറ്റർ തിങ്സ് ടു ഡു. പക്ഷെ ഇപ്പോൾ ഭയങ്കര സങ്കടം വരും. ഭയങ്കര സങ്കടം വരുന്നത് എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ട്. മേ ബി നിങ്ങളാരും എൻ്റെ ഈ ഒരു ഫേസ് കണ്ടു കാണില്ല അല്ലേ. ഞാൻ 2005 ലാസ്റ്റ്, ഞാൻ ഐ മീൻ ലാസ്റ്റ് അല്ല, ഒരു ലൗഡ് ക്രൈ ചെയ്ത് ഞാൻ 2005 എൻ്റെ മുത്തശ്ശൻ മരിച്ചപ്പോൾ ഐ കുഡന്റ് ബെയർ ദാറ്റ്. പിന്നെ ഞാനിപ്പോൾ ഈ റീസെൻ്റ്ലി മേ ബി ഒരു ലാസ്റ്റ് ഒരു 6 months ഒക്കെ ആയിട്ട് ഞാൻ ഐ എം ലൈക്ക് ദിസ് നൗ. ഐ എം സോ വീക്ക്, ബട്ട് ഐ ഡോണ്ട് ഷോ ദാറ്റ്. ഞാൻ ആർക്കും കാണിക്കില്ല ഞാൻ വീക്കാന്നുള്ളത്. ഐ വാക്ക് ലൈക്ക് ദർ ഇസ് നത്തിങ് റോങ്, എനിക്കൊരു പ്രശ്നമില്ല എന്നുള്ള പോലെ വാക്ക് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ മോറൽ ഓഫ് ദ സ്റ്റോറി. സങ്കടപ്പെട്ട ആരുമില്ല റൂമിൽ, പോകണ്ട, ആരുമില്ല, സുഖമായിട്ടിരുന്ന് കരയാം. ചിൽ ഔട്ട്, ക്രൈ ആൻഡ് ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ. നമ്മളൊരു പടം 1 week വിട്, ഒരു മാസം ഇരുന്ന് കരയെ തീരുവത്. പിന്നെ നമ്മൾ അതിനെ പതുക്കെ പതുക്കെ വിടും. നമ്മൾ എത്ര കാലം നമ്മൾ ഹോൾഡ് ചെയ്തു അല്ലേ. നമ്മളെ വേണ്ടപ്പെട്ടവർ മരിച്ചു പോയിട്ട് വരെ നമ്മളത് മറന്നു പോയില്ലേ കുറച്ച് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ എല്ലാവരും
മക്കളെ, ആമ്പിള്ളേരെ സൂക്ഷിച്ചോളോ. അവരവർക്ക് തോന്നുമ്പോൾ പോവും. തോന്നുമ്പോൾ പോവും കേട്ടാ. സോ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ഈ പാതിരാത്രി ഇങ്ങനെ പറയേണ്ടി വന്നതിൽ സങ്കടമുണ്ട്. എനിക്ക് ഇങ്ങനെയുള്ള എൻ്റെ ഒരു വീക്കർ സൈഡ് കാണിക്കാൻ ഇഷ്ടമല്ലായിരുന്നു. ബട്ട് ഡെഫിനറ്റ്ലി വി ഓൾ ഹാവ് ദാറ്റ് വീക്കർ സൈഡ്. അപ്പോൾ നാളെ എന്നെ കാണുന്ന അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിലുള്ള എൻ്റെ ഫോളോവേഴ്സ് ആരും വീക്കായിട്ട് ഇതുപോലെ പ്രശ്നത്തിൽ പെടരുത്. സോ കരഞ്ഞ് തീർക്കുന്നേ. എന്തിട്ട് ഇതിനും വലിയ പെരുന്നാൾ വന്നിട്ട് ബാപ്പ പള്ളിയിൽ പോയിട്ടില്ല, പിന്നെ ഈ അമ്പ് പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞാലും സങ്കടമുണ്ട് കേട്ടാ. സങ്കടമുണ്ട്, നല്ല സങ്കടമുണ്ട്. സാരല്ല, പോട്ടെ. പോട്ടെ. ബൈ. ഉറക്കം വരുമോന്നറിയില്ല, ബട്ട് അതിലും ഞാനൊരു ദൈവാനുഗ്രഹമാണ്. ചുമ്മാ കിടന്നുറങ്ങിപ്പോ ഞാൻ. ബൈ. ഗുഡ് നൈറ്റ്.